ഹായ് ഫ്രണ്ട്സ്, ലേൺ ബ്ലിസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് 6th സെമസ്റ്റർ BCom വിദ്യാർത്ഥികളുടെ ടാക്സ് പേപ്പറിലെ GST എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഇൻട്രൊഡക്ഷൻ ടു GST. GSTയുടെ ഫുൾ ഫോം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ്. GST പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ടാക്സ് പഠിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ടാക്സ് 2 തരമായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റത്തേത് ഇൻഡയറക്റ്റ് ടാക്സും രണ്ടാമത്തേത് ഡയറക്റ്റ് ടാക്സുമാണ്. ഡയറക്റ്റ് ടാക്സ് നമ്മൾ കഴിഞ്ഞ സെമ്മുകളിലായിട്ട് ഇൻകം ടാക്സിൻ്റെ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്തു, വളരെ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്നാണ് പറയുന്നത്. നിങ്ങൾ ഓർക്കണം, GST എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് ആണെന്ന് ഓർക്കണം. നമ്മൾ ഈ GST ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ പലതരത്തിലുള്ള ഇൻഡയറക്റ്റ് ടാക്സുകളായിരുന്നു യൂസ് ചെയ്തിരുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വാറ്റ്, എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, എൻട്രി ടാക്സ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഇൻഡയറക്റ്റ് ടാക്സുകളായിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഇതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് നാഷന് ഒരു ടാക്സ് എന്ന രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കൺസെപ്റ്റാണെന്ത്, GST മീൻസ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് തന്നെ എന്താണ്, നാഷന് ഒരു ടാക്സ് എന്ന രീതിയിലാണ്. വൺ നാഷൻ വൺ ടാക്സ് എന്ന കൺസെപ്റ്റിലൂടെയാണ് GST നമ്മുടെ രാജ്യത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ജൂലൈ 2017 നമ്മുടെ ഇന്ത്യയിൽ GST ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും അന്നത്തെ ഫിനാൻഷ്യൽ മിനിസ്റ്റർ അരുൺ ജെയ്റ്റ്ലിയുമാണ് GST ബിൽ പാർലമെൻറ്റിൽ ആദ്യമായിട്ട് പാസ്സാക്കുന്നത്. ഇനി നമുക്ക് GSTയെ 3 തരത്തിൽ പറയാം. ഒന്ന്, ഫസ്റ്റത്തേത് GST ഈസ് എ മൾട്ടി സ്റ്റേജ് ടാക്സ് എന്ന് പറയാം. അതേപോലെ GST എന്താണ്, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറയാം. GST എന്താണ്, വാല്യൂ അഡീഷൻ ഉണ്ടാക്കുന്നു എന്ന് പറയാം. മൾട്ടി സ്റ്റേജസ് ടാക്സ് എന്ന് പറയാൻ കാരണം, ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളൊരു സംഭവം പർച്ചേസ് ചെയ്യുന്നത് മുതൽ അത് നമ്മുടെ കസ്റ്റമറിൽ എത്തുന്നത് വരെ എന്താണ്, ഓരോ സ്റ്റേജിലും എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സുകൾ ചുമത്തപ്പെടുന്നുണ്ട് GST പ്രകാരം. പിന്നെ എന്താണ്, അത് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. പിന്നെ അതേപോലെ വാല്യൂ അഡീഷൻ, ഓരോ സ്റ്റേജിലും നമ്മൾ എന്താണ് ടാക്സ് ആഡ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ വാല്യൂ കൂടി വരുന്നത് കൊണ്ട് വാല്യൂ അഡീഷൻ ടാക്സ് ആണെന്നും GSTയെ നമുക്ക് പറയാം. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് GSTയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസുകളാണ്. ഫസ്റ്റ് വൺ, ഗുഡ്സ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 52 പ്രകാരം എന്താണ്, എല്ലാ മൂവബിൾ പ്രോപ്പർട്ടീസും അതർ ദാൻ മണി ആൻഡ് സെക്യൂരിറ്റീസ് ഒഴികെയുള്ള ബാക്കി എല്ലാ മൂവബിൾ പ്രോപ്പർട്ടീസും GSTയുടെ അണ്ടറിൽ ഗുഡ്സ് എന്ന ഗണത്തിൽ വരുന്നതാണ്. നെക്സ്റ്റ്, സർവീസ്. ഗുഡ്സ് പോലെ തന്നെ സെക്ഷൻ 2 സബ്സെക്ഷൻ 102 പ്രകാരം ഉള്ള എല്ലാ ആക്ടിവിറ്റീസും, സെക്യൂരിറ്റി ആൻഡ് മണി ഒഴികെയുള്ള എല്ലാ ആക്ടിവിറ്റീസും എന്താണ്, സർവീസ് എന്ന ഗണത്തിലാണ് ഉൾപ്പെടുന്നത്. അടുത്തത്, GST ടാക്സിനെ നമ്മൾ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, CGST എന്ന് പറയുന്നത് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് അനാച്ച്ഡ് ബൈ സെൻട്രലിൻ്റെ കീഴിലുള്ളതാണ് CGST എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, SGST. ഇറ്റ് മീൻസ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് പറയുന്നത്. ഇറ്റ് അനാച്ച്ഡ് ബൈ സ്റ്റേറ്റിൻ്റെ കീഴിലാണ് SGST വരുന്നത്. അതേപോലെ UTGST, ഇറ്റ് ഈസ് യൂണിയൻ ടെറിട്ടറി GST. ഓരോ ടെറിട്ടറീസിൻ്റെ കീഴിൽ വരുന്നതാണെന്ത്, UTGST എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, IGST മീൻസ് ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇത്രയും ടാക്സുകൾ ഉൾപ്പെട്ടതാണ് GSTനെ നമ്മൾ ഇതിൻ്റെ അനുസരിച്ച് നമ്മളതിനെ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വൺസ് മോർ ആയിട്ട് പറയുകയാണെങ്കിൽ CGST, SGST, UTGST ആൻഡ് IGST. നെക്സ്റ്റ് ടേം ആയിട്ട് പറയുന്നത് ടാക്സബിൾ പേഴ്സൺ ആരാണെന്നാണ്.
GSTയുടെ കീഴിൽ ടാക്സബിൾ പേഴ്സൺ ആരാണെന്നാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 107 പ്രകാരം ആരാണോ സെക്ഷൻ 22 ഓർ 24 പ്രകാരം GST ആക്റ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ലേബിൾ ആയവർ, അവരെയാണ് നമ്മൾ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. ടാക്സബിൾ GSTയുടെ കീഴിൽ ടാക്സബിൾ പേഴ്സൺ ആരാണെന്നാണ് പറഞ്ഞത്. 22 സെക്ഷൻ 22 ഓർ 24 പ്രകാരം GST ആക്ട് പ്രകാരം നമ്മൾ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ അത്തരം വ്യക്തികളെയാണ് നമ്മൾ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ആയിട്ട് പറയുന്നത് ടാക്സബിൾ സപ്ലൈ എന്താണെന്നാണ്. GST ആക്ട് പ്രകാരം ഈടാക്കാവുന്ന ഏതെങ്കിലും ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ സപ്ലൈയിൽ ഈടാക്കാവുന്ന ടാക്സിനെയാണ് ടാക്സബിൾ സപ്ലൈ എന്ന് പറയുന്നത്. അത് GST ആക്ട് പ്രകാരം ഉൾപ്പെടുത്താവുന്നതാണ്. നെക്സ്റ്റ് നോൺ ടാക്സബിൾ സപ്ലൈ എന്ന ടേമാണ്. ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ടാക്സബിൾ സപ്ലൈ ആണ്. അടുത്ത ടേമായിട്ട് പറയുന്നത് പേഴ്സൺ ആരാണെന്നാണ്. GST പ്രകാരം നമ്മൾ പേഴ്സൺ ആരാണെന്നാണ് പറയുന്നത്. നമ്മൾ ഇൻകം ടാക്സിൽ പഠിച്ച പോലെ തന്നെ പേഴ്സൺ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. ആൻ ഇൻഡിവിജ്വൽ ഈസ് എ പേഴ്സൺ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഈസ് എ പേഴ്സൺ, കമ്പനി ഈസ് എ പേഴ്സൺ, ഫേം ഈസ് എ പേഴ്സൺ, LLP പേഴ്സൺ ആണ്, AOP or BOI, ലോക്കൽ അതോറിറ്റി, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്, ട്രസ്റ്റ് ആൻഡ് സൊസൈറ്റീസ്, എവരി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, ബോഡി ഓഫ് ഇൻകോർപ്പറേറ്റഡ് ആസ് പെർ ലോ ഔട്ട്സൈഡ് ഇന്ത്യ. ഇവരെല്ലാവരെയും തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പേഴ്സൺ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി നെക്സ്റ്റ് ടേമായിട്ട് പറയുന്നത് GST കൗൺസിൽ എന്തൊക്കെയാണെന്നാണ്. GST കൗൺസിൽ എന്നത് നമ്മുടെ ടാക്സ് റേറ്റും എക്സെപ്ഷൻസ് റേറ്റ്, അതേപോലെ ടാക്സുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തീരുമാനിക്കുന്ന കൗൺസിലിനെയാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. GST കൗൺസിലിൽ യൂണിയൻ ഫിനാൻഷ്യൽ മിനിസ്റ്ററും ചെയർപേഴ്സൺ ആൻഡ് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ മിനിസ്റ്ററും ഒരു റവന്യൂ മിനിസ്റ്ററുമായിട്ടാണ് മെമ്പറായിട്ട് ഉണ്ടാവുക. ഒന്നും കൂടി പറയാണ്, യൂണിയൻ ഫിനാൻഷ്യൽ മിനിസ്റ്റർ, ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, അതേപോലെ സ്റ്റേറ്റിൻ്റെ ഫിനാൻഷ്യൽ മിനിസ്റ്റർ ഉണ്ടാവും, അതേപോലെ തന്നെ റവന്യൂ മിനിസ്റ്റർ. ഇവരെല്ലാവരും കൂടിയും ചേർന്നിട്ടുള്ള ഒരു കൗൺസിലാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. GST കൗൺസിൽ മെയിനായിട്ടും എയിം ചെയ്യുന്നത് നമ്മുടെ ടാക്സ് റേറ്റുകൾ തീരുമാനിക്കാനും എക്സംഷൻസ് ലിമിറ്റുകൾ ഫിക്സ് ചെയ്യാനും അതേപോലെ ടാക്സുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിശ്ചയിക്കുന്നതും ഈ ഒരു കൗൺസിൽ പ്രകാരമാണ്. നെക്സ്റ്റ് വൺ, GST നെറ്റ്വർക്ക്. It is a non-governmental or private company which supply technology required for the functioning of GST system. GST സിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ഒരു നോൺ ഗവൺമെൻറ് ഓർ പ്രൈവറ്റ് കമ്പനി നമുക്ക് ടെക്നോളജീസ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഇത് GST സിസ്റ്റത്തിൻ്റെ ഫങ്ഷന് വേണ്ടിയിട്ടുള്ളതാണെന്ത് GST നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇത്രയുമാണ് GSTയുമായി ബന്ധപ്പെട്ടുള്ള ടേംസുകൾ. ഒന്നും കൂടി പറയാണ്. ഫസ്റ്റ് വൺ ഗുഡ്സ്, രണ്ടാമത്തേത് സർവീസസ്, മൂന്നാമത്തേത് ടാക്സബിൾ പേഴ്സൺസ്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് GSTs ഉണ്ട്, അതേപോലെ ടാക്സബിൾ സപ്ലൈ, നോൺ ടാക്സബിൾ സപ്ലൈ, പേഴ്സൺ ആൻഡ് GST കൗൺസിൽ ആൻഡ് GST സിസ്റ്റം. ഇത്രയാണ് GSTയുമായി ബന്ധപ്പെട്ട ടേംസുകൾ. ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് GSTയുടെ കോമ്പണൻസ് ആണ്. നമ്മൾ നേരത്തെ ടേംസ് പറയുമ്പോൾ പറഞ്ഞു GSTനെ നമ്മൾ 4ആയിട്ടാണ് തിരിക്കുന്നതെന്ന് പറഞ്ഞു. 4 ടാക്സുകളാണ് അതിൻ്റെ അണ്ടറിൽ നമ്മൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ CGST. CGST എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഇത് മെയിനായിട്ടും കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. അത് ഇൻട്രാ-സ്റ്റേറ്റ് സെയിൽസുകൾ നടക്കുമ്പോഴാണ് സെൻട്രൽ ഗവൺമെൻറ് CGST കളക്ട് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൻ്റെ അകത്ത് തന്നെ നമ്മൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നടക്കുകയാണെങ്കിൽ അതിൽ നിന്നും നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് ഈടാക്കുന്ന ടാക്സാണ് CGST എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസിലൂടെ ഉണ്ടാകുന്നതാണ് CGST.
നെക്സ്റ്റ് എന്താണ് SGST ആണ്. SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഇത് കളക്ട് ചെയ്യുന്നത്. അതും ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസ് നടക്കുമ്പോഴാണ് എന്ത് SGSTയും കളക്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് കളക്ട് ചെയ്യുന്നത് മാത്രം. നെക്സ്റ്റ് വൺ IGST. IGST മീൻസ് ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇത് ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസ് നടക്കുമ്പോഴല്ല കളക്ട് ചെയ്യുക. ഇത് കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. പക്ഷേ ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് നടക്കുമ്പോഴാണെന്ത് നമ്മൾ IGSTകൾ കളക്ട് ചെയ്യുക. ഇൻ്റർ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റും വേറൊരു സ്റ്റേറ്റുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരളവും തമിഴ്നാടും തമ്മിലൊരു ട്രാൻസാക്ഷൻസ് നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ചുമത്തപ്പെടുന്ന ടാക്സ് ആണെന്ത് IGST എന്ന് പറയുന്നത്. അത് സെൻട്രൽ ഗവൺമെൻറ് ആണെന്ത് കളക്ട് ചെയ്യുന്നത്. ഇനി ഇതിലൊന്നും പെടാത്ത ഒരു ടാക്സാണ് UTGST, യൂണിയൻ ടെറിട്ടറി GST എന്നാണ് പറയുക. യൂണിയൻ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ ചില ടെറിട്ടറികളുണ്ട്, അതായത് ഇൻ്റർ സ്റ്റേറ്റ് സെയിൽസ് ആണ് നടത്തുന്നത്, പക്ഷേ ആ ടെറിട്ടറീൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നടത്തുക. എക്സാമ്പിളായിട്ട് പറയുന്നത് പോണ്ടിച്ചേരി പോലുള്ള സ്ഥലങ്ങളിലെ ഉള്ളിൽ, പോണ്ടിച്ചേരിയുടെ അകത്താണ് നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്തുന്നതെങ്കിൽ അത്തരം ട്രാൻസാക്ഷൻസ് നമ്മൾ ഈടാക്കുന്ന ടാക്സുകളാണെന്ത് UTGST ഓർ യൂണിയൻ ടെറിട്ടറി GST എന്നാണ് ഇതിന് പറയുക. ഇത്രയാണ് കോമ്പണൻസ് ഓഫ് GST എന്ന് പറയുന്നത്. ഇറ്റ്സ് എ 4 ടാക്സ് ആപ്ലിക്കബിൾ അണ്ടർ ദ GST സിസ്റ്റം. ഇപ്പോൾ നമ്മൾ എന്താണ് GST എന്താണെന്നും GSTയുടെ പല ടേംസുകൾ എന്താണെന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് GSTs ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് GST കൊണ്ട് നമ്മുടെ രാജ്യത്തിന് വന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ്. അഡ്വാൻറ്റേജസ് ഓഫ് GST എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, റിമൂവിങ് ദ കസ്കാഡിങ് ഇഫക്റ്റ്. കസ്കാഡിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഡ്യുവൽ ടാക്സ് സിസ്റ്റംസ് ഒഴിവാക്കുക. അതായത് ഒരു ടാക്സ് ചുമത്തി അതിൻ്റെ മുകളിൽ പിന്നെയും ടാക്സ് ചുമത്തുന്ന ആ സിസ്റ്റം ഒഴിവായി എന്നാണ് പറയുന്നത്. അതായത് എന്താണ് ടാക്സ് ഓൺ ടാക്സ് റിമൂവ് ചെയ്യുന്നു എന്നാണ് കസ്കാഡിങ് ഇഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, അതൊരു അഡ്വാൻറ്റേജസ് ആയിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ്, യൂണിഫോമിറ്റി ടാക്സ് റേറ്റ് ഇൻ ഓൾ ഓവർ ഇന്ത്യ. ഇന്ത്യയിൽ ഒട്ടാകെ എന്താണ് ടാക്സ് റേറ്റിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരുന്നു എന്നത് വേറൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാം. കാരണം എന്താണ് നാഷന് വൺ ടാക്സ് എന്ന കൺസെപ്റ്റിലൂടെയാണ് നമ്മൾ എന്താണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ടാക്സ് റേറ്റിന് ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരുന്നു എന്ന് പറയാം. അടുത്തത്, എലിമിനേറ്റ് മൾട്ടിസിപ്ലിറ്റി ഓഫ് ടാക്സ്. ടാക്സിലുണ്ടാകുന്ന മൾട്ടിപ്ലിസിറ്റി, അതായത് ഡ്യുവൽ ടാക്സുകൾ ഒഴിവാക്കുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ കറപ്ഷൻസ്, അഴിമതി പോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നു. പിന്നെന്താ, സിമ്പിൾ ഫോർമാലിറ്റീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് GST സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ എന്താ, ടാക്സ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് എന്താണ് വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, നമ്മൾക്ക് തന്നെ അറിയാൻ പറ്റുന്നതായിരിക്കും. ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് അവരുടെ ടാക്സ് സിസ്റ്റം കൊണ്ടുപോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് അഡ്വാൻറ്റേജസ് ഓഫ് GST ആയിട്ട് പറയാനുള്ളത്. അഡ്വാൻറ്റേജസ് പോലെ തന്നെ ഇനി എന്താണ് ലിമിറ്റേഷൻസും ഉണ്ട് GSTക്ക്. ഇന്ത്യയിലെ GST സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്നാമത്തത് ഇതെന്താണ് ഡ്യുവൽ ടാക്സ് സിസ്റ്റമാണെന്ന് പറയുന്നു. രണ്ടാമത്തത് GST കംപ്ലയൻസ് ആണ്. GST കംപ്ലയൻസ് എന്ന് വെച്ചാൽ ദർ ആർ നമ്പർ ഓഫ് ഫോംസ് ആൻഡ് റിട്ടേൺസ് അണ്ടർ GST. GSTയുടെ കീഴിൽ എന്താണ് പല തരത്തിലുള്ള ഫോംസും റിട്ടേൺസും നമ്മൾ ചെയ്യേണ്ടി വരും. ഇതെന്താണ് സാധാരണ ഒരു ഓർഡിനറി ബിസിനസ്മാനിന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കണമെന്നില്ല. അതെന്താണ് വളരെ ഒരു GSTൻ്റെ ഒരു ലിമിറ്റേഷനായിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് ഓൺലൈൻ ടാക്സേഷനാണ്. പല ബിസിനസ്മാൻസും എന്താണ് അവരുടെ ഇന്ത്യയിലുള്ള പല ബിസിനസ്മാൻസും മെജോറിറ്റി ഓഫ് ബിസിനസ്മാൻസും എന്താണ് അവരുടെ ബിസിനസ്സിൽ എന്താണ് ഇൻ്റർനെറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ GST എന്ത് ചെയ്യുക പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിട്ടാണ് ഇന്ത്യയിലെ GST സിസ്റ്റത്തിലെ ലിമിറ്റേഷനായിട്ട് പറയുന്നത്.
അതേപോലെ എന്താ ഹൈ റേറ്റാണ് ചുമത്തുന്നത്. മാക്സിമം GSTയുടെ റേറ്റ് എന്ന് പറയുന്നത് 28%. അത് വേണമെങ്കിൽ നമുക്ക് 40% വരെ ടാക്സ് റേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം. അതുകൊണ്ട് തന്നെ GST എന്താണ് ഹൈ ടാക്സ് റേറ്റ് ആണ് ഈടാക്കുന്നത് ഉള്ളത് എന്താണ് അതൊരു വലിയൊരു ലിമിറ്റേഷനായിട്ട് പറയുന്നുണ്ട്. പിന്നെ GST പ്രകാരം എന്തെങ്കിലും നോൺ കംപ്ലയൻസസ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതിന് ഹൈ പെനാലിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് GSTയുടെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സുകൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. GSTയും GSTയുടെ ടേംസും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് GST എന്താണെന്നും അതേപോലെ GSTയുടെ അഡ്വാൻറ്റേജസ് എന്താണെന്നും GSTയുടെ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കുട്ടികളിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ എക്സാം അടുത്ത് വരികയാണ്. അതുകൊണ്ട് എക്സാമിന് ഇത് വളരെ ഉപകാരപ്രദം ആവുമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിരിക്കുക. നെക്സ്റ്റ് ക്ലാസ്സുകൾക്ക്